ഹായ് ഫ്രണ്ട്സ്, തോമസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന രസകരമായ ഒരു ബോട്ട് യാത്രയിലാണ് നമ്മളിപ്പോഴുള്ളത്. പലതരം മാർക്കറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ വെള്ളത്തിൽ കിടക്കുന്നൊരു മാർക്കറ്റ് അതൊരു പുതുമയുള്ള സംഭവമാണ്. കിലോമീറ്ററുകളോളം നീളമുള്ളൊരു മുഴുനീളം മാർക്കറ്റ് പൂർണ്ണമായും വെള്ളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പറയുമ്പോഴോ രസകരമായൊരു കാഴ്ച തന്നെയാണ്. ഇത് ഒരു ചെറിയൊരു കച്ചവടക്കാരി നോക്കിയ ഒരു വല്യമ്മയാണ് ഒരു ചെറിയൊരു ബോട്ടിൽ കുറച്ച് കപ്പങ്ങ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്. വേറൊരു കച്ചവടക്കാരി കുറച്ച് വെറ്റില വേറെ ഏതാണ്ടൊക്കെ ആയിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാർക്കറ്റാണ് കേട്ടോ ഇത്. ഇതാണ് സുഹൃത്തുക്കളെ ലോക പ്രശസ്തമായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്നൊരു 100 കിലോമീറ്റർ ദൂരെയാണ് കേട്ടോ അത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇതിനൊരു പേരൊക്കെ പറഞ്ഞായിരുന്നു ഗൈഡ്, പേര് മറന്നുപോയി. എന്തോ വലിയൊരു പേരൊക്കെയാണ് പറഞ്ഞത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്. അല്ലേ, ഒരുപാട് കരകൗശല വസ്തുക്കള്, ഹാൻഡ് മെയ്ഡ് സാധനങ്ങളെല്ലാം ഇവര് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി ഇവിടെ കച്ചവടം ചെയ്യുന്നതാണ്. സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. വാങ്ങിക്കലൊന്നും നടക്കില്ല, നമുക്ക് കാണാം. കണ്ടേ കൊച്ചു വഞ്ചിയിലിതേ. താങ്ക് യു. കൊച്ചു വഞ്ചികളില് കണ്ട ഐസ്ക്രീം, കോക്കനട്ട് ഐസ്ക്രീം കണ്ട, കോക്കനട്ട് ഐസ്ക്രീമാണ് അവർ വിൽക്കുന്നത്. ഇത് എവിടെ ഒരു കട്ടൻ കാപ്പിയോ ചായ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും. പുട്ട് കണ്ട, ലൈവ് ബാറാണത്. ഇതിനകത്തൊക്കെ ലിക്കറാണ്. വളരെ സഹൃദയരാണ് കേട്ടോ ഇവര്. ഇത് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വഞ്ചി ഒരു പാലത്തിനടി കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത്. കേട്ടാ, രണ്ടു വശത്തും നിറയെ കരകൗശല സാധനങ്ങളാണ്. പല പലത്തിലുള്ള സ്തൂപങ്ങളും. ഹായ്. അയ്യോ, ഇടിച്ചു വഞ്ചി ഇടിച്ചിട്ടാ പോണേ രണ്ട്. കാരണം ഇത് അധികം വീതിയില്ലാത്തൊരു തോടാണ്. ഈ തോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ എതിരെ വണ്ടികൾ വന്നോണ്ടിരിക്കും. എവിടെ? ഓ, സ്നേക്ക്. ഫ്രൂട്ട്സ് നോക്കിയേ. ഓ, plenty of fruits. കണ്ടാ, ഇതെന്തോ ഇവിടുത്തെ എന്തോ ട്രഡീഷണൽ ഫുഡാണ്. ഇടിയപ്പാണോ ഇഡ്ഡലിയാണോ എന്ന് അറിയില്ല. അതെ, ഇവിടെ ലൈവ് കൊഞ്ച് ഫ്രൈ. അമ്മായി എന്തൊക്കെയുണ്ട്? രണ്ട് വഞ്ചിയുടെ ഇടയിൽ കൂടെ നമ്മുടെ വഞ്ചി ഇടിച്ച് കയറി പോവാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ബാങ്കോക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് സുഹൃത്തുക്കളെ. ഇത് ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. 150 തായ് ബാത്താണ് നമുക്കിവിടെ യാത്ര ചെയ്യാൻ, ഈ ബോട്ടിൽ യാത്ര ചെയ്യാനുള്ള ചാർജ്. പക്ഷേ 150 തായ് ബാത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു വെള്ളപ്പാമ്പുണ്ട്. അത് ആ പാമ്പിനെ വേണമെങ്കിൽ നമുക്ക് തോളിക്കൂടെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം. എല്ലാത്തിനും പൈസ ഉണ്ട് കേട്ടോ. ആ പാമ്പ് കിടന്ന് ഉറങ്ങുകയാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് കസ്റ്റമർ ആരും കിട്ടിയിട്ടില്ലെന്ന് തോന്നണേ. പാമ്പ് സുഖമായിട്ട് കിടന്നുറങ്ങണം. ഇവിടെ
കൊച്ചു കൊച്ചു കൊതുമ്പ് വളം എന്ന് പറയണ പോലെ കൊച്ചു കൊതുമ്പ് വളങ്ങളിലെല്ലാം 70-75 വയസ്സൊക്കെ ആയ അമ്മമ്മമാരാണ് കച്ചവടക്കാര്. അതെ, 3 വഞ്ചി ഒരുമിച്ച് വന്ന് കയറിയൊക്കെയാണ്. എന്ത് സംഭവിക്കുന്ന അറിയില്ല. വെള്ളത്തിൽ ഇത് എന്തോരം ആഴമുണ്ടെന്ന് അറിയില്ല. ദൈവമേ, നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരു ഇംഗ്ലീഷുകാരി ഇതേ പാമ്പിനെ കഴുത്തിലിട്ട് ഫോട്ടോ എടുക്കാൻ തയ്യാറായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഹൈ പവറുള്ള മെഷീൻ അവരില്ല. പാമ്പ് ഷോ എത്രയാണ് ഇതിന് ചാർജ്? അതെ, വെള്ള കളറ് പാമ്പിനെ ഒരു ഇംഗ്ലീഷുകാരി ഇതേ തോളത്തെ കൊണ്ട് നിൽക്കണം. അതാണ് ടൂറിസം. ഇതേ രണ്ടാമതൊരു പാമ്പിനെ കൂടി എടുത്തു. പാമ്പിന്റെ തോളെ കൂടെ ഇടുന്നതിന് പൈസ. Oh my God. അത് നമ്മൾ കാണാത്തൊരു തരം പാമ്പാണ്. അത് മലമ്പാമ്പിന്റെ വർഗത്തിൽപ്പെട്ട ഒരു പാമ്പാണത്. ഇതിന് വിഷമില്ല എന്നാണ് അറിഞ്ഞത്. ഭാര്യയും ഭർത്താവും കൂടി പാമ്പിനെ എടുത്തിട്ട് തോളത്തിട്ട് വെക്കുകയാണ്. Good. Okay. Floating market. ചെറിയ ചെറിയ തോടുകൾ പല വഴിക്കായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. ഒരുപാട് ബോട്ടുകളാണ്, ചെറിയ ചെറിയ ബോട്ടുകള്. നമ്മുടെ നാട്ടിലുള്ള വഞ്ചി പോലത്തെ വഞ്ചിയല്ല, ഇതല്പം സ്ക്വയർ രീതിയിലൊക്കെയാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം പരസ്പരം തട്ടിമുട്ടിയാണ് കടന്നു പോണേ. പക്ഷെ വഞ്ചികൾക്കൊന്നും ഒരു കേടും പറ്റണില്ല കേട്ടോ. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട് ഇവിടെ വാങ്ങിക്കാനാണ്. ടൂറിസത്തിന്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. അതെ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ബാങ്കോക്ക്. അതെ, നമ്മുടെ നാട്ടിലെ കമ്പിളി നാരങ്ങ എന്ന് പറയുന്ന സാധനം. ഇവിടെ പരിപ്പോടയും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീനാണ്, ചെമ്മീൻ. അയ്യോ, നേരെയാണല്ല. ഒരു വഞ്ചി നമ്മുടെ നേരെ വരുന്നുണ്ട്. ഇടിച്ചു. മാംഗോ, താങ്ക് യു. കണ്ട, വഞ്ചിയിൽ പോയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. വേറെ എവിടെ പറ്റൂത്? ഷോപ്പിംഗ്. ചെറിയൊരു പെട്ടിക്കട. തൊപ്പികളാണ് വെക്കണേ, തൊപ്പികൾ. ഡ്രൈവറെ പതുക്കെ പോയാൽ മതി. കോക്കനട്ട് ഐസ്ക്രീം.
നമ്പർ പ്ലേറ്റോ? വീട്ടിലിങ്ങനെ കരിക്ക് ചെത്തി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ടോയ്സുകള്, ബാഗുകള്, കരകൗശല സാധനങ്ങളാണ്. കണ്ട എല്ലായിടത്തും കുമ്പിളപ്പോ എന്തുവാണെന്നറിയില്ല. ഒരു വള്ളത്തിൽ തന്നെയാണ് ഒരു സാധനങ്ങൾ വെച്ച് കച്ചവടം ചെയ്യുന്നത്. നമ്മള് വിഷറി പോലെയുള്ള സീനറികൾ. അതെ, ഇതെന്തോ ചാർക്കോളൊക്കെ വെച്ച് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. എന്താ ചിക്കനാണ്. ചിക്കൻ്റെ മണം വരുന്നുണ്ട്. അരമണിക്കൂറാണെന്ന് തോന്നുന്നു നമ്മുടെ റൈഡ് കേട്ടോ. അരമണിക്കൂറല്ലേ ഞാൻ പറഞ്ഞത്? അതെ, 1 മണിക്കൂർ റൈഡാണ്. 1 മണിക്കൂർ റൈഡിന് നമുക്ക് 150 തായ് ബാത്താണ്. ഏകദേശം ഒരു 350 രൂപയാണ് ഇതിന് ഒരു ചാർജ് ചെയ്യുന്നത്. പക്ഷെ അതിനുള്ളത് ഉണ്ട് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ നാട്ടിൽ എത്രയോ തോടുകളും പുഴകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ഇങ്ങനൊരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉപയോഗമില്ലാതെ കിടന്ന ചതുപ്പ് നിലങ്ങളായിരുന്നു അത്. അവർ ഇത്തരത്തിൽ അത് മാറ്റി. ലോകത്തിൻ്റെ 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ സന്ദർശിക്കാൻ പറ്റുന്നത്. എപ്പോഴും ഇത് ഓഫ് സീസണാണ്. ഓഫ് സീസണിലായിട്ട് പോലും ഇവിടെ ഇപ്പോഴും ഇത്ര ടൂറിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സീസൺ ടൈമിൽ പറയാൻ വേണ്ട, ഇവിടെ ഒന്നും നിന്ന് തിരിയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. തുണികള്. ഹായ് വ്ളോഗർ. ഇവിടെയൊന്നും ആരും കാണുന്നില്ല. ഇവര് രാവിലെ ആയതുകൊണ്ടായിരിക്കും കസ്റ്റമേഴ്സ് ഒന്നും അധികം എത്തിയിട്ടില്ല. ആനക്കൊമ്പുണ്ടാ? ഇവിടെ എല്ലാം നിയമവിധേയമാണ്. ഇവിടെ കണ്ട എല്ലാ കടയുടെ മുന്നിലും സ്ത്രീകളാണ്. ഇവിടുത്തെ പുരുഷന്മാർക്കൊന്നും പണിക്കൊന്നും പോകണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പെണ്ണുങ്ങളൊക്കെ കച്ചവടം ചെയ്യണത്. സ്പൈസസ്, ടീ. ഇവിടെ ടീ വിൽക്കാൻ കാണുന്നുണ്ട്. പക്ഷെ കടകളിലൊന്നും നമുക്ക് ചായ കിട്ടില്ല, കുടിക്കാൻ ചായ കിട്ടില്ല. ബിയറോ വൈനോ എന്ത് വേണമെങ്കിലും കിട്ടും. നൈസ് നൈസ് നൈസ്. ഓ ഗുഡ് ഐറ്റംസ്. ഗുഡ് ഗുഡ്. പിടിച്ചേർത്ത് കണ്ട ശ്രീബുദ്ധനും ഇതിന്റെ പ്രതിമകളും സാധനങ്ങളൊക്കെയാണ് അല്ലേ. ഒരു
വളരെ സ്പീഡിലൊരു ബോട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്ത് കടന്നു പോയാണ്. അതിൻ്റെ എൻജിൻ കണ്ട, നമ്മുടെ നാട്ടിൽ കാണുന്ന യമഹ എൻജിൻ ചെറിയ എൻജിനല്ല, ഇത് വലിയ എൻജിനാണ്. കണ്ട ഹാൻഡിക്രാഫ്റ്റ് ബാഗുകൾ, നല്ല ബാഗുകളുണ്ട്. വില കുറച്ച് കൂടുതലായിരിക്കും, കാരണം ഇവർ ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ച് ചെയ്യണതായതുകൊണ്ടേ. ഓ ട്രഡീഷണൽ മാലകൾ, വളകൾ. ഓ വെരി ക്രാഫ്റ്റ് ഐറ്റംസ്. ആഹാ, വെരി നൈസ് 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 നൈസ്. कप सॉसर थैंक यू. അവര് അഭിവാദം ചെയ്യണേന് എന്തോ പറഞ്ഞു തായ് ഭാഷയില്. ഇവരെല്ലാവരെയും കൈ കൂപ്പിക്കൊണ്ടാണ് കേട്ടോ സ്വാഗതം ചെയ്യുക. നമ്മളെന്തെങ്കിലും സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നന്ദി സൂചകമായിട്ട് അവർ കൈ കൂപ്പും. ആഹാ, സ്വാഗതം എന്നുള്ളത് സ്വാസിക ചിരട്ട കൊണ്ടോ മറ്റുണ്ടാക്കിയിരിക്കണാണ് കേട്ടോ അത്. ഇവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണം, നല്ലതാണ്. മെമ്മറീസ് ഓഫ് തായ്ലാൻഡ്. ചിരട്ട കൊണ്ട് എന്തെല്ലാം കൗതുകങ്ങളുണ്ടായി. എവിടെ? ആ അതേണ്ട, ഫ്ലോട്ടിംഗ് ബീച്ചിൽ തന്നെ അല്ല, ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ തന്നെ എക്സ്ചേഞ്ച് ഉണ്ട്, മണി എക്സ്ചേഞ്ച്. പെയിന്റിങ്സ്, ലോട്ട് ഓഫ് പെയിന്റിങ്സ്. സാധനങ്ങളുണ്ട് ഇഷ്ടം പോലെ. നമ്മുടെ ബോട്ടിൽ നിന്ന് ആരും തന്നെ ഒന്നും വാങ്ങിച്ചതായി കണ്ടില്ല കേട്ടോ. എല്ലാവരും ഇത് നോക്കി കൗതുകപൂർവ്വം നോക്കി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, സഞ്ചരിക്കുന്ന ബിയർ പാർലർ. ഹായ്, ഗുഡ് മോർണിംഗ്. കോക്കനട്ട് ഐസ്ക്രീം. ഓക്കെ, ഹായ്. ആ, മടക്കുന്ന തൊപ്പ്. ഓ വെരി ഗുഡ്. ആ, ഹൗ മച്ച് മാഡം? ഹൗ മച്ച് റുപ്പി? ആ, ഒരു എൻക്വയറി കിട്ടിയിട്ടുണ്ട്. ആ, yeah. Hand fan. Yes. How many you want? Take one or two? How much? Just one. Only one, nah? 350. 350. This one pen bamboo handmade and the cotton, nah? 2 in 1. Very good. How much you give me? വേണോ? Souvenir. I open pin. Good luck. Morning can sell for you. എത്ര രൂപയ്ക്ക് വാങ്ങിക്കാം? How much you give me? വേണോ? വേണ്ട. Thank you. 200 baht, okay? 200 no. Same Thailand. I open pin, nah? 200 baht discount for you, color. ഒറ്റടിക്ക് 150 രൂപ കുറഞ്ഞു.
Ask that people. Color you 200 baht. cotton 100%. Cotton and the bamboo handmade. Thailand, except Thailand. നല്ല പ്രശ്നമുണ്ട് നല്ല ഫിനിഷിങ് അല്ലേ അതെ ഒരു റിസർവ് ഒരു വഞ്ചി അവിടെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട് ആ ശരിയാണല്ലോ റിസർവ് വഞ്ചിയാണത് ഒറ്റടി 350 ആ അതാണ് ടൂറിസ്റ്റുകളുടെ ചിലപ്പോൾ 500 പറയും അത് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് ആ പക്ഷെ അത് രണ്ടുപയോഗം നടക്കും കേട്ടോ ഫിഷറി ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ മറ്റൊരു സൈഡിലോട്ട് എത്തിയിരിക്കുകയാണ് ഓ ഒരു ബോട്ട് നമ്മളെ ഇടിക്കുന്നുള്ള മട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ വഴി ഇതിങ്ങനെ ചുറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് വഴികൾ അതാ അവിടെ അങ്ങേ സൈഡിൽ കടയുണ്ട് നമ്മുടെ സൈഡ് ഈ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണേ അതെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ബാങ്കോക്ക് അതെ ഒരു 2-3 വഞ്ചികൾ നോക്കിയേ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത് അതാണ് പാർക്കിങ് ബോട്ടിന്റെ പാർക്കിങ് കാണാത്തൊരു കണ്ടോ ഇതാണ് ബോട്ടിന്റെ പാർക്കിങ് മൾട്ടി ലെവലാണ് അത് ഹൈഡ്രോളിക്കാണ് വേണ്ട കറക്കി കഴിഞ്ഞാൽ സാധനം താഴോട്ട് ഇറക്കി കൊണ്ടുവരാം നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം 1 മണിക്കൂർ സമയമാണ് നമ്മൾ ഇതിൽ കൂടെ പോകുന്നത് 1 മണിക്കൂർ കൊണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി ഒരുപാട് കടകളുണ്ട് കേട്ടോ 2 സൈഡിലും കടകൾ ഒരുപാട് വഞ്ചിക്കാർ ഭൂരിഭാഗവും സ്ത്രീകളാണ് കച്ചവടക്കാരും സ്ത്രീകൾ തന്നെയാണ് സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഒരു രാജ്യം അതെ അതെ മീന് തീറ്റ കൊടുത്താണോ ഉള്ളത് ഇതിനകത്ത് മീനുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് 2 സൈഡിലും വഞ്ചികള് ഇടിച്ചിടിച്ചാണ് പോണേ ഇവര് ബോട്ടുകളുമായിട്ട് വിശ്രമിക്കുന്നവരാണ് ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ കച്ചവടക്കാർ തന്നെ ആയിരിക്കുള്ളൂ ചുറ്റും സ്റ്റാളുകളാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു മാർക്കറ്റ് ഇതൊരു ജംഗ്ഷൻ ആണ് കേട്ടോ സിഗ്നൽ ഇല്ല ഇവിടേക്ക് ഇനി കടകൾ വേണമെങ്കിൽ കിട്ടൂട്ടാ ഫോർ സെയിലിന് ഇട്ടിരിക്കുന്ന കടകളാണ് ഇതെന്താണോ ഇതെന്തോ റോളാണ് സ്പ്രിംഗ് റോൾ നമ്മുടെ റൈഡ് ഇവിടെ തീരെയാണ്
നമ്മുടെ ബോട്ട് ഇവര് പിടിച്ച് കെട്ടി. നമ്മൾ 1 മണിക്കൂർ നേരം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ചുറ്റി കണ്ടു കേട്ടോ. നൈസ് റൈഡ്. ജിനേഷ് ബോട്ടിന്റെ ഇറങ്ങി ഇറങ്ങി അങ്ങനെ ബോട്ടിൽ ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മനോഹരമായിട്ടുള്ള ഒരു ബോട്ട് റൈഡ് കഴിഞ്ഞു. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള റൈഡ് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു പക്ഷേ ആസ്വദിക്കാൻ പറ്റുന്നതിനോട് വരില്ല. ബാങ്കോക്കിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് കണ്ടോ, മറ്റൊരു ലോകം. കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു മാർക്കറ്റും ആ മാർക്കറ്റിലൂടെ ഷോപ്പിംഗ് നടത്താൻ പറ്റിയ വന്നു. എത്ര ഒന്നിനെത്ര? ഒന്നിനെത്ര? ഒന്നിന് 150 ബാത്ത് 100 തന്നാ മതി. നമ്മൾ അവിടെ പോയി വന്നപ്പോഴേക്ക് ഇവര് ഫോട്ടോ എടുത്ത് നമ്മളോട് പോലും ചോദിക്കാതെ ഫോട്ടോ എടുത്ത് ഇത് പ്രിന്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. നമ്മൾ വാങ്ങിക്കുന്ന പോലും ഉറപ്പില്ല, പക്ഷെ അവരിത് ചെയ്ത് കഴിഞ്ഞു. വേണ്ട കോൺഫിഡൻസ്. എന്റെ ഫോട്ടോ നൈസ് ഫോട്ടോ വാങ്ങിക്കണ്ട, നോക്കട്ടെ. ഇതിനു വേണ്ടിയാണ് നമ്മുടെ ഗൈഡ് റൈഡ് തുടങ്ങിയപ്പോ തന്നെ ഫോട്ടോ എടുത്തത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ നിരവധിയായിട്ടുള്ള കടകളാണത്. ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള തുണിത്തരങ്ങളും കരകൗശല വസ്തുക്കളും ചെറിയ ഹോട്ടലുകളും ഇവിടെയുണ്ട്, കഫ്റ്റീരിയകളുണ്ട്. അപ്പോൾ ഒരു ഹാഫ് ഡേ ടൂറായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന് പുറമെ പ്രൈവറ്റ് ബോട്ടിങ്ങുകളുണ്ട് കേട്ടോ. അതിവിടെ തന്നെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഗ്രാമങ്ങളിലേക്ക് ബോട്ടിങ്ങിനായിട്ട് പോവാം. നമ്മുടെ കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളാണ്. മാർക്കറ്റ് തന്നെ ഒരു പെയിന്റിംഗ് ആക്കി തോടിനോട് ചേർന്ന് പുഴയോട് ചേർന്ന് ഇങ്ങനെ മാർക്കറ്റിന്റെ തന്നെ കടകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ. This is art, eh? Drawing. Yeah, painting. Floating markets, Bangkok. ബോട്ട് സർവീസ്. ഇത് ബോട്ട് സർവീസിനുള്ള ഹെൽപ്പ് ഡെസ്ക് ആണ്. ഇവിടെ നമുക്ക് ബോട്ടിംഗ് ബുക്ക് ചെയ്യാം. ചിരട്ടയില് ഉണ്ടാക്കിയിരിക്കുന്ന ശില്പകലകളാണ് ഇവിടെ. ബൗളുകളാണ്, ബൗളുകളിൽ പെയിന്റ് ചെയ്തിരിക്കുന്ന ഫുൾ ചിരട്ടയാണ്. എത്ര ഫിനിഷിങ്ങിൽ എത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കും. ഈ തൊപ്പി കണ്ട, ഇതൊരു തൊപ്പിയാണ്. ഒപ്പം തന്നെ ഇത് ചുരുക്കി വെച്ച് കഴിഞ്ഞാൽ വിശറി ആയിട്ട് ഉപയോഗിക്കാം. 2 in 1. ഹായ്. ഇതൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിലെ കമ്പിളി നാരങ്ങ എന്ന് പറയും. അത് ബംബിളൂസ് നാരങ്ങ എന്ന് പറയുന്ന സാധനമാണ്. കേട്ട, ഇത് ഒരെണ്ണത്തിന് 100 തായ് ബാത്താണ് ഇവിടുത്തെ വില. 100 തായ് ബാത്ത് എന്ന് പറയുമ്പോൾ എത്രയായി? നമ്മുടെ നാട്ടിലെ 265 രൂപയുടെ സാധനമാണ് ഇരിക്കുന്നത്. ബംബിളൂസ് നാരങ്ങ. മാംഗോ സ്റ്റിക്കി റൈസ് ആണ് തൈക്കാരനെ.
മാംഗോ സ്റ്റിക്കി റൈസ്, അതായത് കുറച്ച് മാങ്ങ പീസാക്കി വെച്ചിട്ടുണ്ട്. അതിൽ 2-3 കളറിലാണ് റൈസ് വെച്ചിരിക്കുന്നത്. റൈസ് സ്റ്റിക്കി റൈസാണ്, അത് ഫ്ലേവറൊക്കെ ചേർത്ത് അതിൻ്റെ കൂടെ. പിന്നെ നമ്മുടെ നാട്ടിലെ ചെറുപഴം പോലത്തെ ചെറിയ തരം പഴം, എന്ത് പഴമാണെന്ന് അറിയില്ല. ഇതാ നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പത്തിൻ്റെ പോലെയുള്ള ഒരു ചട്ടിയാണ്. അതിനകത്ത് ഇവർ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് പുഡിങ്ങും കോക്കനട്ട് പാൻ കേക്കുമാണ്. കോക്കനട്ടിൻ്റെ 2 വിഭവങ്ങൾ വേണ്ട, അത് ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് കല്ലിൽ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. What's your name? Tum. Tum. Okay. Sweet mango dry. Dry mango. മാംഗോ സ്ലൈസ് ചെയ്ത് ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് മാംഗോ, നല്ല തരം മാംഗോ കട്ട് ചെയ്ത് ട്രെയിൽ വെച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് ബാമുണ്ട്. ബാം ഫോർ വാട്ട്? പെയിൻ. ഓക്കെ, ബാമുണ്ട്. കോക്കനട്ട് ഷുഗർ. സ്പൈസി ഐറ്റംസ്. Saffron. Saffron. And go home. This from Thailand? Yeah. Saffron? Saffron, Thailand, dog from Khoi. Locally made. Yeah. സുഹൃത്തുക്കളെ, ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അതിന് മാത്രം സ്റ്റാളുകളും സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നമ്മൾ വേറൊരു ബോട്ടിങ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു ബോട്ടിങ്ങും കൂടി ഉണ്ട്. അതൊരു പ്രൈവറ്റ് ബോട്ടിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോകണം. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇവിടെ നിന്ന് മാറുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നമസ്കാരം.